നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഉള്ളിലേക്ക് ആത്മാവ് വരണം. കർത്താവെ, വാക്കുകളെ തരണം, അധരങ്ങളെ തുറക്കണം. ഇന്ന് സംസാരിക്കുന്ന കർത്താവ് തരുന്ന വചനങ്ങളായിരിക്കണം. ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അത് ആഴമായി പതിയണം. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണല്ലോ. ജീവിതത്തിലെ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായിക്കണം. നിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിക്കണം. നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കണം. ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ആത്മാവ് തന്നെ ഞങ്ങളെ നടത്തട്ടെ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ പുതുതായിട്ട് എഫേസസ് ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായം നമുക്ക് തുടങ്ങാം. എഫേസസ് ലേഖനത്തിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. പൗലോസ് 3 വർഷത്തോളം എഫേസസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ലേഖനമെന്ന് പറയുന്നത് എഫേസോസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല, ഏഷ്യയിലെ സഭകളെയെല്ലാം ഉദ്ദേശിച്ചാണ് രചിക്കപ്പെട്ടത് എന്നാണ് കരുതുന്നത്. ഏഷ്യ മൈനറിലെ സുന്ദരവും ഫലഭൂഷ്ഠവുമായ ഒരു ഭൂപ്രദേശം, പ്രസിദ്ധമായ ഒരു പട്ടണം, ഏറ്റവും വലിയ തുറമുഖ പട്ടണം, വാണിജ്യ നഗരം, എഫേസോസിനെ ഒരു സ്വതന്ത്ര നഗരമായിട്ട് റോമൻ സാമ്രാജ്യം അംഗീകരിച്ചിരുന്നു. ഇന്ന് അത് വൃത്തിഹീനമായ ഒരു ഗ്രാമമാണ്. പൗലോസിൻ്റെ ഫലപ്രദമായ ശുശ്രൂഷ അവിടുത്തെ മന്ത്രവാദത്തിനും വിഗ്രഹ പ്രചാരത്തിനും ആഘാതമേൽപ്പിച്ചു. ഈ ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണ്. AD 58-നും 60-നും ഇടയിലാണ് എഴുതപ്പെട്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്രിസ്തുവിൽ എന്ന പദം, അല്ലെങ്കിൽ അതിന് സമാനമായ പദം 32 പ്രാവശ്യം ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസികളെ ഉറപ്പിക്കുക, സഭയുടെ ലക്ഷ്യവും സ്വഭാവവും വിശദീകരിക്കുക എന്നതൊക്കെയാണ് ഈ ലേഖനത്തിൻ്റെ ലക്ഷ്യം. ഭാഷയിലും ശൈലിയിലും ഉള്ളടക്കത്തിലും മറ്റ് ലേഖനങ്ങളുമായിട്ട് ഇതിന് ചില വ്യത്യാസങ്ങൾ ഒക്കെയുണ്ട്. നമ്മൾ അധ്യായം 1-ലോട്ട് പ്രവേശിക്കാം. 1 മുതൽ 3-ാം അധ്യായം വരെ യഹൂദരെയും വിജാതിരെയും ക്രിസ്തുവിൽ ഐക്യപ്പെടുത്തി ദൈവത്തിൻ്റെ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതി, അത് ലോകാരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടതായിരുന്നെങ്കിലും ഇപ്പോൾ അത് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ഈ രഹസ്യം മനുഷ്യരെ അറിയിക്കാൻ വേണ്ടിയുള്ള മുന്നോടിയായി പൗലോസ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് പൗലോസിന് ലഭിച്ച പ്രത്യേക ആനുകൂല്യമാണ്. 1-ന്റെ 1-ാം വാക്യം ബൈബിളിൽ ഞാൻ വായിക്കാം. ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്. എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇത് ശരിയായിട്ടും എഫേസോസുകാർക്ക് മാത്രമായിട്ട് എഴുതിയതാണോ എന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. എഫേസോസുകാർക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. എഫേസോസിലുള്ളവർക്കും വിശ്വാസികൾക്കും എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ദൈവ തിരുമനസ്സിനാൽ
പൗലോസ് അപ്പോസ്തലനായി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. സാധാരണയായിട്ട് പ്രാരംഭത്തിൽ തന്നെ ഈ പ്രയോഗം കാണാറില്ല. എന്നാൽ ദൈവഹിതം എന്ന് സൂചിപ്പിക്കുന്ന 6 പരാമർശങ്ങൾ ഈ ലേഖനത്തിലുണ്ട്. ദൈവഹിതം അനുസരിച്ചാണ് അപ്പോസ്തലനായത്, ദൈവഹിതം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന 6 റെഫറൻസസ് ഈ ലേഖനത്തിലുണ്ട്. വിശുദ്ധർ എന്ന് ഒരു വാക്കുകൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിലെ വിശുദ്ധ ജനത്തിൽ ഉൾപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളെ, ഇപ്പം യഹൂദരെ മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസികളെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യഹൂദരാണെങ്കിലും വിജാതരാണെങ്കിലും അവർ വിശുദ്ധർ എന്നുള്ള പേരിന് അർഹരാണ്. വേറൊരു കാര്യം കാണുന്നത്, എഫേസോസിന് എഴുതുന്ന ലേഖനമാണെന്ന് പറയുന്നെങ്കിലും ചില ഗ്രീക്ക് പ്രതികളിലെ ആ വാക്ക് എഫേസോസ് എന്നുള്ള പദം കാണുന്നില്ല എന്നും നമ്മൾ ഓർത്തിരിക്കണം. ദൈവതിരുമനസ്സിനാൽ അഥവാ ദൈവഹിതപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലനായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ദൈവഹിതത്തിനാണ് കീഴടങ്ങി ജീവിക്കേണ്ടത്. സങ്കീർത്തനത്തിലെ 40:8 ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം, അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 143:10 പറയുന്നു, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം, അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. യേശു പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചല്ലോ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 10-ാം വാക്യം പറയുന്നു, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ യേശു കർത്താവ് ഒരു വാക്യം പറഞ്ഞിരിക്കുന്നു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അങ്ങനെ കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് ദൈവഹിതമാണ് നമ്മൾ നിറവേറ്റേണ്ടത്, അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്ന് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഗദസമേനായ യേശു പ്രാർത്ഥിക്കുന്ന കാര്യം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലുണ്ട്. ഇങ്ങനെയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. 26:42 വാക്യം, 2ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാതൃകയാണ്, ദൃഷ്ടാന്തമാണ്. ദൈവഹിതം അന്വേഷിക്കുക എന്നത് ദിനം പ്രതിയുള്ള ജീവിതത്തിൻ്റെ പ്രമാണമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ യാക്കോബ് എഴുതിയിരിക്കുകയാണ്. യാക്കോബ് 4-ാം അധ്യായം 13-15 വാക്യങ്ങൾ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും വ്യാപാരം ചെയ്യുകയും ചെയ്യും. 1 യോഹന്നാൻ 2:17 എഴുതിയിരിക്കുന്നു, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ
ദൈവഹിതം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? അതെങ്ങനെ അറിയും? റോമർ 12:12 ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ദൈവഹിതം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജ്ഞാനം ലഭിക്കും. യോഹന്നാന്റെ സുവിശേഷം 6:16-17 വാക്യങ്ങളിൽ യേശു പറയുന്നൊരു വാചകമാണ്, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. സുഭാഷിതങ്ങളിൽ 16:7 ഇങ്ങനെ പറയുന്നു, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു. കർത്താവിന് പ്രീതികരമാണെങ്കിൽ നമ്മുടെ ശത്രുക്കൾ പോലും നമ്മളോട് ഇണങ്ങി കഴിയും. ആ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്ന് വിടും. ഞാൻ 2-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. സമാധാനം എന്ന ആശംസ 7 പ്രാവശ്യം ഈ എഫെസസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. റോമാ ലേഖനത്തിലല്ലാതെ മറ്റൊരു ലേഖനത്തിലും ഇത്ര പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിൽ കൂടി എല്ലാ മനുഷ്യരിലും ഐക്യവും സ്വരച്ചേർച്ചയും സൃഷ്ടിക്കുക എന്ന അടിസ്ഥാന വിഷയമാണ് ഈ ലേഖനത്തിൽ വിളംബരം ചെയ്യുന്നത്. ഐക്യമുണ്ടാകണം, മനുഷ്യരുമായിട്ട് ദൈവവുമായിട്ട് ഐക്യത്തിലായിരിക്കണം. സമാധാനം മാത്രമല്ല, ദൈവകൃപ, യേശു ക്രിസ്തുവിലുള്ള കൃപ, അതും പൗലോസ് ഇവിടെ ആശംസിക്കുന്നുണ്ട്. 3-ാമത്തെ വാക്യം, സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. സാധാരണയായിട്ട് ലേഖനം ആരംഭിക്കുമ്പോൾ ആർക്കാണോ എഴുതുന്നത് അവർക്ക് ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതി തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ദൈവത്തെയാണ് പുകഴ്ത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരല്പ വ്യത്യാസം ആ ശൈലിയിൽ വന്നിട്ടുണ്ട്. പിതാവായ ദൈവത്തിനെ സ്തുതിക്കുന്നതിന് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത്, സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയ വരങ്ങളും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് നന്ദി പറയണം, സ്തുതിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കടമയുണ്ട്. നാം എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത്? നമ്മൾ മഹത്വപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ചിലപ്പം എങ്ങനെയാണ് അത് പ്രായോഗികമായിട്ട് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നത് എന്ന് ചിന്തിച്ചേക്കാം. ഏതാനും ചിന്തകൾ ഞാൻ തരികയാണ്. ഒന്ന്, നമ്മളൊന്ന് സ്തുതിക്കണം വാഗുണ്ട്. സങ്കീർത്തനം 22:23 പറയുന്നു, കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവീൻ, യാക്കോബിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവീൻ, ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവീൻ. അങ്ങനെ നമ്മൾ വാഗുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. വേറൊന്ന്, 2-ാമത്തെ കാര്യം, സൽപ്രവൃത്തികൾ മൂലം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 5:16 പറയുന്നു, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട്
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മൂന്നാമത് ഒരു കാര്യം, നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ പ്രവർത്തനരഹിതരായിട്ടിരുന്നാൽ പോരാ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഒരു മുന്തിരിച്ചെടി നട്ടാൽ ധാരാളം ഫലം ഉണ്ടാകുന്നതല്ലേ കൃഷിക്കാരൻ്റെ താല്പര്യം. നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിച്ചാൽ ദൈവം അത് ദൈവത്തിനത് മഹത്വമായിരിക്കും. നാലാമതൊരു കാര്യം, ആത്മീയമായ ഐക്യം നമുക്കുണ്ടായിരിക്കണം. റോമർ 15:16 പറയുന്നു, അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ഐക്യത്തിൽ നമ്മൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. അഞ്ചാമതൊരു കാര്യം, നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. 1 കൊറിന്ത്യർ 6:20 പൗലോസ് എഴുതിയിരിക്കുക, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവ് നമ്മളെ വില കൊടുത്ത്, അവൻ്റെ രക്തം വില കൊടുത്ത് വാങ്ങിച്ചതാണ്. നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷകരാണ്. നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആറാമതൊരു കാര്യം, പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനം 9:11, സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവീൻ, അവിടുത്തെ പ്രവൃത്തികളെ ജനങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കുവീൻ. ഏഴാമതൊരു കാര്യം, സംഗീത ഉപകരണങ്ങളോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനം 33:2, കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവീൻ, 10 കമ്പിയുള്ള വീണ മീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവീൻ. 10 കമ്പിയുള്ള വീണ മീട്ടുക എന്ന് പറയുമ്പോൾ ഈ 2 കൈകളും ഇങ്ങനെ അടിച്ച്, അപ്പോൾ ഒരു 10 വിരലുണ്ടല്ലോ, ആ 10 കമ്പികൾ എന്നങ്ങനെ നമുക്ക് ഉദ്ദേശിക്കാം. അങ്ങനെയും ദൈവത്തെ നമുക്ക് പാടി പുകഴ്ത്താം. എട്ടാമത്തെ ഒരു പോയിൻ്റ്, നമ്മുടെ സ്തുതി സാർവത്രികമായിരിക്കണം ദൈവത്തെ സ്തുതിക്കുന്നത്. സങ്കീർത്തനം 67:3 പറയുന്നു, ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. നമ്മൾ കുറച്ച് പേര് മാത്രമല്ല, സർവ്വജനങ്ങളും ഭൂലോകത്ത് വസിക്കുന്ന സകലരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഒൻപതാമത്തെ ഒരു കാര്യം, എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. അതിന് സമയപരിധിയൊന്നും വെക്കണ്ട, എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ഹെബ്രായർ 13:15, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. ഈ ബലി എന്ന് പറയുന്നത് നമ്മുടെ അധരങ്ങൾ കൊണ്ടുള്ള ആ ഫലമാണ്. അത് നമുക്ക് എല്ലായ്പ്പോഴും അർപ്പിക്കാം. പത്രോസ് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 10ാമത്തെ ഐറ്റം, 4 കാര്യങ്ങളാണ് ദൈവത്തെ സ്തുതിക്കുന്നതിന് പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് 2:9, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. അതാണ് പത്രോസ് പറയുന്നത്. നമുക്ക് 4 പ്രധാന ജീവിത അവസ്ഥകൾ കിട്ടിയിരിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ക്രിസ്തു നമ്മുടെ കർത്താവാണ് എന്നൊരു കാര്യം കൂടെ ഈ 3ാമത്തെ വാക്യത്തിൽ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യേശുവാണ് നമ്മുടെ കർത്താവ്. അപ്പോസ്തല പ്രവൃത്തികളിലെ 2:36 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ശേഷം പത്രോസ് ചെയ്ത പ്രസംഗത്തിൽ ഒരു വാചകമാണത്. എല്ലാവരും അറിയണം, യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്, അവനെ കർത്താവായിട്ട് ഉയർത്തിയിരിക്കുകയാണ് എന്നറിയണം. 1 കൊലോസ്സോസ് 8:6 പൗലോസ് എഴുതിയിരിക്കുക, ഒരു കർത്താവേ ഉള്ളൂ,
ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു അവനാണ് നമ്മുടെ ഏക കർത്താവ്. 1 കൊരിന്ത്യർ 12:3. യേശു കർത്താവാണ് നമുക്ക് എങ്ങനെ പറയാൻ കഴിവ് കിട്ടുന്നു എന്നുള്ളതാണ്. യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ കൂടെ അല്ലാതെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കാനും ഏറ്റുപറയാനും നമുക്ക് സാധിക്കത്തില്ല. യേശുവിനെ എൻ്റെ കർത്താവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവായ ഞാൻ അങ്ങനെ പറയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചിരിക്കുന്നു, നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് തെളിവാണ്. ഇനി ഞാൻ 4-ാം വാക്യത്തിലേക്ക് കയറുകയാണ്. 4-ാം വാക്യം വായിക്കാം. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും കളങ്കരഹിതരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിത്യതയുടെ ആരംഭത്തിൽ തന്നെ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചതല്ല. ആരംഭത്തിൽ തന്നെയുള്ള ദൈവ പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്. ദൈവം അനാദിയിലെ നേരത്തെ തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. കളങ്കരഹിതരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ അമോമോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഫേസസ് ലേഖനം 5:27 കൊളോസോസ് 1:22 പൗലോസ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അമോമോസ്. പഴയ നിയമത്തിൽ ബലികളെ സംബന്ധിച്ച് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലേവ്യർ 1:3 ഊനമറ്റ ഒരു കാളക്കുട്ടി ബലിയർപ്പിക്കാൻ സമർപ്പിക്കാൻ കൊണ്ടുവരേണ്ടത്. ലേവ്യർ 1:10 അത് ഊനമറ്റ ഒരു മുട്ടാടായിരിക്കണം. അപ്പം ബലി സമർപ്പണത്തെ സംബന്ധിച്ച് ലേവ്യ പുസ്തകത്തിൽ പറയുമ്പോൾ ഈ കളങ്കരഹിതർ എന്നുള്ള ആ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എന്ന പുരോഹിതനുമായി ഐക്യപ്പെട്ടുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളുടെ സജീവ കാഴ്ചവസ്തുവായിട്ട് അതിപ്പോൾ അങ്ങനെ പ്രയോഗിച്ചിരിക്കുകയാണ്. നമ്മൾ വിശ്വാസികളെയാണ് കളങ്കരഹിതരായിട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. കാര്യം ഇപ്പം നമ്മളെയാണ് സമർപ്പിക്കുന്നത്, കാളക്കുട്ടിയെ ഒന്നും അല്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാലേ സങ്കീർത്തനത്തിൽ ഇത് ഒരു തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 4-ാം സങ്കീർത്തനം 3-ാം വാക്യം, കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കർത്താവെല്ലാം തീരുമാനിച്ച നമ്മളൊന്നുമല്ല, തിരഞ്ഞെടുത്തത് നീതിമാന്മാരെയാണെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയത്തില്ല, കർത്താവ് തിരഞ്ഞെടുക്കുക. കർത്താവിന് അറിയാമല്ലോ ആരെയൊക്കെ എടുക്കേണ്ടതെന്ന്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, എൻ്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെ ആണല്ലോ. പാവപ്പെട്ടവരെയാണ്, ലോകത്തിൽ നമ്മൾ പാവപ്പെട്ടവരെന്ന് പറയുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണുവാൻ സാധിക്കും. അവർക്ക് എന്ത് കിട്ടും? വാഗ്ദാനം ചെയ്ത രാജ്യം, അവിടുത്തെ അതിൻ്റെ അവകാശം കിട്ടും. വിശ്വാസത്തിൽ സമ്പന്നരുമാക്കി. ഇപ്പം വിശ്വാസികളെ സമ്പന്നരാക്കുന്നത്
അവരെ തിരഞ്ഞെടുത്തു, വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു, വാഗ്ദാനം ചെയ്തിരിക്കുന്നു സ്വർഗരാജ്യം. അതാണ് അതിൻ്റെ പ്രത്യേകത. പാവപ്പെട്ടവരാന്നും പറഞ്ഞൊന്നും ആരെയും നമ്മൾ നിസ്സാരമാക്കി കളയരുത്. അവർക്ക് ഈ അവകാശവും എല്ലാം, വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യവും ഒക്കെ കിട്ടുന്നതും അവർക്കാണ്. ഞാൻ 5-ാം വാചകത്തിലേക്ക് കയറുകയാണ്. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. കർത്താവിൻ്റെ ഈ തിരഞ്ഞെടുപ്പൊക്കെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. മുമ്പ് നമ്മൾ പാപത്തിൽ കിടക്കുകയായിരുന്നു, ലോകത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുകയായിരുന്നു. നമ്മൾ പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും വകയായിരുന്നു. നമ്മളെ ദൈവം ക്രിസ്തു വഴി ദത്തെടുത്തിരിക്കുകയാണ്. അങ്ങനെ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. ക്രിസ്തുവിൽ കൂടെ വരുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ടങ്ങ് മാറും. ഇപ്പോൾ നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്, അവിടുത്തെ അവകാശികളും പൗരന്മാരുമാണെന്നൊക്കെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ദത്തെടുത്തിരിക്കുകയാണല്ലോ, മക്കളായിട്ട് ദത്തെടുത്തിരിക്കുക. അതെത്ര ശ്രേഷ്ഠകരമായൊരു കാര്യമാണ്. നമ്മളെ വേണേൽ സ്നേഹിതരെന്ന് പറഞ്ഞ് വിളിക്കാമായിരുന്നു. യേശു ശിഷ്യന്മാരെ സ്നേഹിതർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അടുത്ത ബന്ധമെന്ന് പറയുന്നത് മക്കളെന്നുള്ളതാണ്. നമ്മളെ അപ്പോൾ ദൈവം മക്കളായിട്ട് എടുത്തിരിക്കുക. എത്ര ശ്രേഷ്ഠമാണ്! ദൈവത്തെ എത്രമാത്രം നമ്മൾ സ്തുതിക്കണം. മാലാഖമാരെ പോലും മക്കളായിട്ടല്ല എടുത്തിരിക്കുന്നത്. ദൂതന്മാരെ ആകട്ടെ നമ്മെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർ മാത്രമാണെന്ന് നാം അറിയണം. അവർ ശുശ്രൂഷകരാണ്. ഹെബ്രായ ലേഖനം 1:14 പറയുന്നു, രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം. മാലാഖമാരുടെ കാര്യമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ മക്കളാകുന്നത്? നമ്മളെ ദത്തെടുത്തിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. എല്ലാവരെയും എടുത്തോ? ആരെയാണ് മക്കളായിട്ട് ദത്തെടുത്തിരിക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 1:14 പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യമാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവർക്കെല്ലാം. അതാണ് മേൽഭാഗം കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യേശു എന്ന നാമത്തെ നാം വിശ്വസിക്കണം. നാമം എന്ന് പറഞ്ഞാൽ വ്യക്തി തന്നെ. യേശുവിനെ വിശ്വസിക്കണം. കർത്താവ്, എൻ്റെ രക്ഷകൻ, എൻ്റെ എല്ലാം, പരിത്രാതാവ് എല്ലാമായിട്ട് നമ്മൾ വിശ്വസിക്കണം. കർത്താവ് രക്ഷകനുമായി വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ സുവിശേഷം 1:14 വാക്യമാണ്. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാകുമ്പോഴുള്ള ഗുണമെന്താ? നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല, നമ്മുടെ പൗരത്വ സ്വർഗത്തിൽ നമ്മൾക്ക് അവകാശം അവിടെ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളെങ്കിലല്ല അവകാശവും. ചോദിക്കുന്നതെല്ലാം, ചോദിക്കാതെ തന്നെയും എല്ലാം കിട്ടും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ കർത്താവിൻ്റെ മക്കളായി മാറുന്നു എന്ന് അർത്ഥം. അടുത്ത വാക്യം ഞാൻ വായിക്കുകയാണ്, 6-ാമത്തെ വാക്യം. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. നമ്മളെ ഇങ്ങനെ ഉയർത്തിയതിൻ്റെ കാരണം എന്താണ്? നമ്മളെ ഉയർത്തിയിരിക്കുന്നതിൻ്റെ കാരണം അവിടുന്ന് ഇപ്രകാരം ചെയ്തതിൻ്റെ കാരണം അവിടുന്ന് നമ്മളിൽ ചൊരിഞ്ഞ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. നമ്മുടെ പ്രവൃത്തിയൊന്നും കണ്ടിട്ട് അങ്ങനെ തന്നതല്ല, ദൈവത്തിൻ്റെ കൃപയാണത്.
കൃപയാണ്. രക്ഷ എന്ന് പറയുന്നത് കൃപയാണ്. നമ്മൾ ആ കാര്യം ചിന്തിച്ചിട്ടുള്ളതാണ്. ഇങ്ങോട്ട് തന്നതാ കൃപയാൽ. നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. മനുഷ്യൻ ദൈവപദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് അവനെ പുകഴ്ത്തുകയും നന്ദി പറയുകയും ചെയ്യണം. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ നന്ദി പറയാൻ കടപ്പെട്ടവരാണ്. യേശയ്യ 43:20-21 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വാക്ക് യേശയ്യ പറയുകയാണ്, വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഉണ്ട്, ഈ മൃഗങ്ങളൊക്കെയാണ് ബഹുമാനിക്കുന്നത്. വന്യമൃഗങ്ങൾ, കുറുനരികൾ, ഒട്ടകപ്പക്ഷികൾ എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്തെ നദികളും ഞാൻ ഒഴുക്കി. സന്ദർഭം നമുക്കറിയാം. മരുഭൂമിയിൽ കൂടെ 40 വർഷം നടന്നാണല്ലോ ഈജിപ്റ്റ് കടന്ന് അവർ കനാൻ നാട്ടിലെത്തുന്നത്. ജലം വേണ്ടേ? ദാഹജലത്തിന് മരുഭൂമിയിൽ ജലം കൊടുത്തു. പാറ പിളർന്ന ജലം മാറായെ മധുരമാക്കി. ഇതൊക്കെ ദൈവം ചെയ്ത കാര്യങ്ങളാണ്. വിജനദേശത്തെ നദികളും ഒഴുക്കി. ഇതാണ് ദൈവം ചെയ്തത്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ എന്ന് പറയുന്നത് യേശു കർത്താവിനെക്കുറിച്ചാണ്. യേശു കർത്താവിനെക്കുറിച്ചാണ് ഈ പ്രിയപ്പെട്ടവെന്നുള്ള വാക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസ് 1:11 സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി. മാമോദീസയുടെ സമയത്തെ കാര്യമാണ് യേശുവിൻ്റെ. നീ എൻ്റെ പ്രിയപുത്രൻ. പ്രിയപുത്രൻ എന്നുള്ള വാക്ക് യേശുവിന് വേണ്ടി മാറ്റിവെച്ച് പറയുന്ന വാക്കാണ്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോഴാണ് ഈ സ്വരം സ്വർഗത്തിൽ നിന്ന് ഉണ്ടായത്. പ്രിയപുത്രൻ എന്ന ആ പ്രയോഗം കൊളോസോസ് ലേഖനം 1:13 ആ പ്രയോഗം തന്നെയുണ്ട്. കൊളോസോസ് 1:13 അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അതാ കർത്താവ് ചെയ്ത ഒരു കാര്യം. നമ്മളെ വിമോചിപ്പിച്ചു. അടിമത്തത്തിൽ കിടക്കുകയായിരുന്നു. അന്ധകാരത്തിൻ്റെ ആധിപത്യം. അന്ധകാരം എന്ന് പറയുന്നത് തിന്മയുടെ ആധിപത്യം, പിശാചിൻ്റെ ആധിപത്യം. ദൈവം വെളിച്ചമാണല്ലോ. അന്ധകാരത്തിൽ കിടന്ന നമ്മളെ അവൻ വിമോചിപ്പിച്ചു. എങ്ങോട്ട് മാറ്റി? അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. കൊളോസോസ് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ അവൻ്റെ രാജ്യത്തിലാണ്. പ്രിയപുത്രൻ്റെ രാജ്യമാണത്. അവിടെ നമ്മളായിരിക്കുന്നു. ഹെബ്രായ ലേഖനം 5:5 ഇതേ പ്രയോഗമുണ്ട്. ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം ഏകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് പിതാവായ ദൈവം പറഞ്ഞു എന്നുള്ളതാണ്. ഇനി ഞാൻ 7-ാമത്തെ വാക്യം വായിക്കാം. 7-ാമത്തെ വാക്യം, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് കൈവന്നിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്. കൃപയാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനവും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വലിയ ബഹളമോ നമ്മുടെ ഏതാണ്ട് ചെയ്തത് കൊണ്ടൊന്നുമല്ല. ദൈവത്തിൻ്റെ കൃപ എല്ലാം അടിസ്ഥാന കാരണം അതാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്ക്
ആ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷ് വേർഷനെ ഞാൻ ഒന്ന് വായിക്കാം. ഇൻ ഹിം വി ഹാവ് redemption through his blood, the forgiveness of our trespasses, according to the riches of his grace. റിഡംഷൻ, വീണ്ടെടുപ്പ് എന്നൊരു വാക്കാണ് അവിടെ ഉള്ളത്. forgiveness of trespasses, അതിക്രമങ്ങളുടെ മോചനവും എന്നെഴുതിയിരിക്കുന്നത്. മറ്റാരുടെയെങ്കിലും അധികാരത്തിന് കീഴിലായിരിക്കുകയോ അടിമത്തത്തിലായിരിക്കുകയോ ചെയ്യുന്നവരെ സ്വതന്ത്രരാക്കുന്നതിനെയാണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോളിട്രോസിസ് എന്ന വാക്ക് ഗ്രീക്കിൽ. അപ്പോൾ അടിമകളായിട്ടിരുന്നവർ, വേറൊരാളുടെ അധികാരത്തിന് കീഴിലായിരുന്നവരെ, അവരെ സ്വതന്ത്രരാക്കുന്ന ആ വാക്കാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ എവിടെയോ അടിമകളായിരുന്നു എന്നാണ്. അത് നമ്മൾ നേരത്തെയും പറഞ്ഞു. പാപത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും പിശാചിൻ്റെയും ഒക്കെ അടിമകളായിരുന്നു നമ്മൾ. അവിടുന്ന് നമ്മളെ വിടുവിച്ചു എന്നുള്ളതാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ കൃത്യം. തൻ്റെ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതാണ് പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആ വീണ്ടെടുപ്പ് കാണുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിലിരുന്ന, ഫറവോയുടെ അടിമത്തത്തിലിരുന്ന ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് മോചിപ്പിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ആ കാര്യമാണ്. പുതിയ നിയമത്തിൽ പാപബന്ധനത്തിൽ നിന്നും മനുഷ്യരെ വിടുവിച്ച് സ്വതന്ത്രരാക്കുന്നതാണ് വീണ്ടെടുപ്പ്. അവിടെ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവാണ്. പിന്നെ രക്ഷ അവൻ്റെ രക്തം വഴിയാണ് എന്ന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. യേശുവിൻ്റെ രക്തം വഴിയാണ് നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുമ്പോൾ യേശുവിൻ്റെ ക്രൂശ മരണത്താൽ നമുക്ക് രക്ഷ ലഭിച്ചു എന്ന് നമ്മൾ പറയും. രക്തം അത് എടുത്തു പറയാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഹെബ്രായ ലേഖനം 9:22 രക്തം ചിന്താതെ പാപമോചനമില്ല എന്നൊരു വാചകം എഴുതിയിട്ടുണ്ട്. പഴയ നിയമ ബലികളിൽ ചിന്തപ്പെടുന്ന രക്തം യഹോവയെ പ്രസാദിപ്പിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ആ രക്തം യഹോവയെ പ്രസാദിപ്പിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇസ്രായേൽ ജനത്തിൻ്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തമാണ് രക്തം തളിക്കപ്പെടുന്നത്. അതൊരു പ്രതീകമായിട്ടാണ് അവർക്ക് തളിക്കപ്പെടുകയാണ്. അവരുടെ തിന്മ, അവരുടെ അശുദ്ധി, അവരുടെ പാപങ്ങൾ കഴുകപ്പെടുന്നു എന്നതിൻ്റെ അപ്രതീകമായിട്ടാണ് ഈ രക്തം തളിക്കുന്നത്. അല്ല, രക്തം കണ്ടപ്പോൾ ദൈവം അങ്ങ് പ്രസാദിച്ചു പോയി എന്നുള്ളതിനല്ല, ഇതൊരു പ്രതീകമാണ്. എന്ന് തന്നെയുമല്ല, ഒരു കാര്യം നമ്മൾ പ്രത്യേകം അറിയണം. രക്തത്തിലാണ് ജീവൻ എന്നവർക്കറിയാം. അപ്പോൾ രക്തം തളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു എന്ന അർത്ഥം അതിലുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ലേവ്യർ 17:17 ഈ വാചകമുണ്ട്, ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് രക്തത്തിൻ്റെ കാര്യം എടുത്തു പറയുന്നത്. ജീവൻ അതിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ സമർപ്പിക്കുക, രക്തം അങ്ങോട്ട് തളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ അത് ബലിയായി തീരുന്നു. ഇതാണതിൻ്റെ അർത്ഥം. മനുഷ്യനിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നു പോകുമ്പോൾ ജീവശ്വാസം അങ്ങ് നിന്നു മരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജീവൻ ഈ രക്തത്തിൽ നിലനിൽക്കുന്നു എന്ന് ലേവ്യ പുസ്തകത്തിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം അതാണ് സൂചിപ്പിക്കുന്നത്.
മനുഷ്യൻ്റെ പാപമോചനത്തിന് വേണ്ടി യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞത് യേശു തൻ്റെ ഹിതപ്രകാരം തൻ്റെ ജീവനെ സമർപ്പിക്കുകയാണ്. അപ്പോൾ രക്തം ചൊരിഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു എന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്രൂശ് മരണത്തിൽ ജീവൻ അർപ്പിച്ചതുകൊണ്ടാണ് പാപമോചനം ഉണ്ടായെന്ന് നമ്മൾ പറയുന്നതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്. രക്തത്താലാണ് രക്ഷയെന്ന് പറയുമ്പോഴും ഇതേ കാര്യം തന്നെയാണ്. ജീവൻ അർപ്പിച്ചു എന്നാണ് അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പാപമോചനം ലഭിക്കുന്നതുകൊണ്ട് ജീവനെ സമർപ്പിച്ചതുകൊണ്ട് മനുഷ്യനെ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയാണ്. നമ്മുടെ ജീവനെ തന്നെയാണല്ലോ കൊടുക്കുന്നത്. ദൈവവുമായി ഐക്യത്തിലായിരിക്കുവാൻ പുതിയ ഒരു മാർഗം നൽകുന്നതിന് വേണ്ടിയായിരുന്നു അത്. നമ്മുടെ ജീവനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു വഴി അതങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശു തന്നെ ദൈവത്തിന് സമർപ്പിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. യേശു മരിക്കുന്നത് തന്നെ സമർപ്പിക്കുകയാണ്, സ്വയം സമർപ്പിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. ആരെങ്കിലും നിർബന്ധിച്ച് പിടിച്ചെടുത്ത് കൊല്ലുകയല്ല. യേശു അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. യേശു കൊല്ലപ്പെട്ടെന്നൊക്കെ ഉള്ളത് യഹൂദര് പുരോഹിതർ അവരൊക്കെ പിടിച്ചു കൊന്നു എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണ ഒരു കാര്യം, യേശു അവൻ്റെ ജീവൻ സ്വയം നമുക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. അല്ലാതെ ഒരു ബലപ്രയോഗത്താൽ കൊല്ലുകയല്ല, തന്നെ അവൻ സമർപ്പിച്ചു. പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട്. പാപമോചനത്തിന് വേണ്ടിയുള്ള യേശുവിൻ്റെ മരണം സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു. അത് നമ്മളോട് കാണിക്കുന്ന സ്നേഹമാണ്. തന്നെ ആ ജീവൻ നമുക്ക് വേണ്ടി അർപ്പിക്കുന്നു. അത് പാപമോചനത്തിനുള്ള യേശുവിൻ്റെ മരണമാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിന് ഗലാത്യർ 2:19 പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ പൗലോസ് പറയുന്നത്. എന്തിനാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. നാം ഈ ലോക സംബന്ധമായിട്ട് പാപസംബന്ധമായിട്ട് മരിക്കുന്നു. എന്തിനാ? ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്, അല്ല ഇല്ലാതായി പോകാനല്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ക്രിസ്തുവിനോടുകൂടി ഇവിടെ ഞാൻ അങ്ങ് ക്രൂശിക്കപ്പെടുകയാണ്. ഇതായിരിക്കണം നമ്മൾ പറയേണ്ടത്. നാം ഈ ലോകത്തെ സംബന്ധിച്ച് ക്രൂശിക്കപ്പെടുന്നു. എന്തിനാണ്? ക്രിസ്തുവിനോടുകൂടി ദൈവത്തോടുകൂടി ജീവിക്കുവാൻ, ഇല്ലാതായി പോകാനല്ല, ജീവിക്കുവാൻ. നമുക്ക് എതിരായി നിന്ന എല്ലാ കടങ്ങളും ക്രിസ്തു മായ്ച്ചു കളഞ്ഞു. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പുകാരൻ എന്ന് ചിത്രീകരിച്ചിരിക്കുന്നത് യഹോവ. അവിടെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുമ്പോൾ യഹോവയാണ്. ഇസ്രയേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുന്നത്, ചെങ്കടൽ കടക്കുന്നത്, ബാബിലോൺ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുന്നത് എല്ലാം വീണ്ടെടുപ്പിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവിടെയെല്ലാം വീണ്ടെടുപ്പ് എന്ന് പറയുന്നു. എന്തെങ്കിലും മോചനദ്രവ്യം കൊടുത്തതായി കാണുന്നില്ല. വീണ്ടെടുക്കുന്നു. സാധാരണ ഒരു അടിമയെ വീണ്ടെടുക്കുമ്പോൾ മോചനദ്രവ്യം കൊടുത്ത് അവനെ വില കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിക്കുക. പക്ഷേ ഇവിടെ യഹോവ ഇവരെ വീണ്ടെടുത്തു എന്നുള്ള ആ പ്രയോഗം ഉണ്ടെങ്കിലും ഒരു മോചനദ്രവ്യം കൊടുക്കുന്നതായിട്ട് എങ്ങും പറയുന്നില്ല. അപ്പോൾ വാക്കുകളുടെ അർത്ഥമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവം യഹോവ വീണ്ടെടുത്തു. ഇക്കാലത്ത് നമ്മളെ വീണ്ടെടുപ്പ് എന്ന് ഇത് പഴയ നിയമത്തിലെ അർത്ഥമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ വീണ്ടെടുപ്പ് എന്ന വാക്കുകൊണ്ട് ഭാവിയിലെ ഒരു കാര്യം കൂടെ നമ്മൾ അർത്ഥമാക്കുന്നുണ്ട്. കാലത്തിൻ്റെ അവസാനം യഹോവ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അശുദ്ധി, പാപം, മരണം, നരകം എന്നിവയിൽ നിന്നുള്ള ഒരു വിടുതൽ,
നമുക്കൊരു പ്രതീക്ഷയാണ്, നമ്മളെ ഇനി നരകത്തിൽ വിടത്തില്ല. ആ മരണം ഇനി നമുക്കങ്ങ് ഇല്ലാതാകും, നമ്മൾ ജീവനോടുകൂടി പുനരുദ്ധാനം ചെയ്യും, നമ്മുടെ പാപവും അശുദ്ധിയൊക്കെ എന്നേക്കുമായിട്ട് നീക്കപ്പെടും. ഈ ഒരു പ്രതീക്ഷയുടെ നമുക്ക് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ വീണ്ടെടുപ്പെന്ന് പറയുന്നതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ്. ക്രിസ്തുവിൽ ഉള്ള വീണ്ടെടുപ്പ് വഴി മനുഷ്യർക്ക് പാപമോചനം ലഭിക്കുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ പാപമോചനം ലഭിക്കുന്നു. ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, പാപമോചനം ലഭിക്കുന്നു. കൊളോസോസ് 1:14, എഫേസോസ് 1:7 ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പാപമോചനം ലഭിച്ചു, നമ്മൾ പുതിയ സൃഷ്ടിയായി മാറുന്നു, നടന്നു കഴിഞ്ഞതാണ്. അങ്ങനെ ആണെങ്കിലും അതിനൊരു ഭാവികാല തലം അങ്കുഴം നമുക്ക് ചിന്തിക്കാനുണ്ട്. അത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, സ്വർഗരാജ്യത്തിലേക്ക് ആത്മീയ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് പോകുന്ന കാര്യം അതുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴാണ് എൻ്റെ പൂർണ്ണത, രക്ഷയുടെ പൂർണ്ണത എന്ന് നമുക്ക് പറയാവുന്നത്. റോമർ 8:23 നമുക്ക് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൻ്റെ മുദ്ര നമുക്ക് ലഭിച്ചു. അത് നമ്മൾ പറയുന്നത് അച്ചാരമായിട്ട് ലഭിച്ചു. അച്ചാരമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിയും കിട്ടാനുണ്ട്. നമ്മൾ ക്രയവിക്രയത്തിൽ വസ്തു വിൽപ്പനയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. നമുക്ക് ഒരു തുക ആദ്യം കിട്ടി, ബാക്കി അത് ആധാരം എഴുതുന്ന സമയത്ത് കൊടുത്തിട്ടായിരുന്നു എഴുതുന്നത്. അതാണ് അച്ചാരമായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അച്ചാരമായിട്ട് കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ്. അതെന്തിനെ കാണിക്കുന്നു? പൂർണ്ണത നമുക്ക് കിട്ടും. നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് ഒരു ആത്മീയ ശരീരത്തോടുകൂടി സ്വർഗരാജ്യത്തിൽ ചെന്ന് ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷയുടെ ദിനത്തിന് വേണ്ടിയുള്ള ഒരു അച്ചാരമാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. എഫേസോസ് 4:10 ഈ ആശയങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 7 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിച്ചു. നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് ഇവിടെ നിർത്താൻ പോവുകയാണ്. നമ്മളിന്ന് എഫേസോസ് 1 ലേഖനം 1 വാക്യം മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്, ധ്യാനിച്ചത്. ക്രിസ്തുവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം. എങ്ങനെ നമ്മൾ മഹത്വപ്പെടുത്താൻ സാധിക്കും? ക്രിസ്തുവിലുള്ള കൂടിയുള്ള വീണ്ടെടുപ്പിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അവൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി. രക്തത്താൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നതുകൊണ്ടാണ്. രക്തത്തിലാണ് ജീവൻ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് ആ ഉറപ്പിലങ്ങോട്ട് മുന്നോട്ട് പോകാം. നമുക്കൊരു പ്രതീക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രതീക്ഷയെന്ന് പറയുന്നത് എൻ്റെ അച്ചാരമായി ഇപ്പം കിട്ടിയിരിക്കുന്നത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്നതിനെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി 123 എപ്പിസോഡിൽ, അടുത്ത എപ്പിസോഡിൽ 8 വാക്യം മുതൽ നമുക്ക് പഠിക്കാം. മഹോന്നതനായ ക്രിസ്തുവിനെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുവരെ നമ്മളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.